നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പാവയ്ക്ക തീയലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്, 1 കൈപ്പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് കഴുകി ക്ലീനാക്കി ഞാൻ വെച്ചിരിക്കുന്നതാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം പാവയ്ക്കായും ഉള്ളിയും പച്ചമുളകും ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരട്ടെ. പാവയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കൂടെ ഉള്ളിയും പച്ചമുളകും. ഇതിന് വേണ്ടി തേങ്ങ വേണം. അതിന് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, അത് വറുത്തെടുക്കേണ്ടതുണ്ട്. കൂടാതെ മുളക് പൊടി 2 സ്പൂൺ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം വറക്കാനും വേണ്ടി. കൂടാതെ ഞാൻ ഉപ്പും പുളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിവിടെ കിടന്ന് അലിയട്ടെ. തേങ്ങ വറുത്തെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ചുമന്നുള്ളി കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ ചുമന്ന് വന്നിട്ടുണ്ട്. തീ താത്ത ശേഷം എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതിട്ട് കൊടുക്കാം. തീ തീരെ താത്ത കൊടുക്കണം. എന്നിട്ട് ഇളക്കും. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്നിളക്കിയ ശേഷം ഈ ചൂടിൽ തന്നെ ഇരുന്നത് വറുത്ത് വന്നോളും. ഇനി ഇതിൻ്റെ കൂടെ സ്വല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. മുളകും മല്ലി മഞ്ഞളും തേങ്ങായും കറിവേപ്പിലയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയും കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി തീ കത്തിച്ച് ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കുക. പച്ചമുളക്, അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക കട്ടി കുറച്ച് അരിയണേ. ഒന്ന് വഴന്ന് വരാൻ കട്ടി കുറച്ച് അരിയേണ്ടത് ആവശ്യമാണ്. അതുമല്ല തീയലിന് കനം കുറച്ചാണ് അരിയേണ്ടത്. ഇതേമാതിരി കട്ടി കുറച്ചാണ് അരിയേണ്ടത്. ഇനി ഇത് ഇളക്കി കൊടുക്കാം. ഇത് ഇവിടെ ഇരുന്ന് ഒന്ന് വഴന്ന് വരട്ടെ. ഒന്ന് അടച്ചു കൊടുക്കും. ഒന്ന് ഇളക്കി കൊടുക്കണം. കറിവേപ്പില ഇടണം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും അടച്ചു കൊടുക്കുക. ഞാൻ അരപ്പിന് വേണ്ടി തേങ്ങയും മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 നുള്ള് ഉലുവാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. കൂടുതലിടരുത്, കഴിച്ചു പോകും. കഴിക്കുന്ന ആളാണ് അടുപ്പത്തിരുന്ന് വഴന്നുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് ഒത്തിരി ഉലുവാപ്പൊടി ഇടരുത്. ഒരു നുള്ളു ഉലുവാപ്പൊടി, ഒരു ടേസ്റ്റിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഉലുവാപ്പൊടിയോ വറക്കുമ്പോൾ 2 തരി ഉലുവായോ എന്തെങ്കിലും ചേർക്കാം. ഇത് ഒന്ന് അരച്ചു കൊണ്ട് വരാം. പാവയ്ക്ക ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പുളിയും ഉപ്പും കൂടി ചേർത്ത ചെറിയ ചൂടുവെള്ളത്തിലാണ് ഈ പുളി കുതിർത്ത് വെച്ചിരുന്നത്. ഈ പുളിവെള്ളം ഉപ്പ് കൂടെ ചേർത്തത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു കൊടുക്കാം. ഇരുന്ന് വേകട്ടെ. മിക്സിയിൽ നന്നായി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് പാവയ്ക്കായിലേക്ക് ചേർക്കാം. ഇളക്കി കൊടുക്കാം. കൂടെ ചൂടുവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത ശേഷം ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ഇതിന് സ്വല്പം ഉപ്പ് കുറവുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. പുളി വേണമെങ്കിൽ ഈ സമയത്ത് പുളിയും കുറേ കൂടെ ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൊണ്ടിരുന്ന് ഒന്നുകൂടെ ഒന്ന് വേകട്ടെ. അടച്ചു കൊടുക്കും. തീയൽ ഇവിടെ റെഡിയായി. ഇനിയും കടുക് താളിക്കാം. കടുക് താളിക്കാനായി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കൂടാതെ 2 വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. കടുക് താളിച്ചത് മൂത്തിട്ടുണ്ട്. ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് സ്വല്പ നേരം ഒന്ന് അടച്ചു വെച്ചേക്കാം. ഈ റെസിപ്പി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക്, കമൻറ്റ് ഇടുക. ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുമല്ലോ. ബൈ. താങ്ക് യു.